ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നിങ്ങളുടെ സ്റ്റഡീസൊക്കെ നല്ലോണം പോകുന്നുണ്ടല്ലോ അല്ലേ? ഞാനും വലിയ പ്രോബ്ലം ഇല്ലാതെ പഠിക്കുന്നുണ്ട്. ബട്ട് ഒരു ലോങ് അവേഴ്സൊന്നും ഡെയിലി പഠിക്കാൻ പറ്റാറുമില്ല. ഞാൻ കുറച്ച് ദിവസം നാട്ടിൽ പോയതുകൊണ്ട് തന്നെ കുറേ പെൻഡിങ് ഉണ്ട് ഇപ്പം, പഠിക്കാൻ വേണ്ടിയിട്ടും ക്ലാസ് കാണാൻ വേണ്ടിയിട്ടും ഒക്കെ. ഇന്നത്തെ ഈ ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു മോർണിംഗ് 7 to ഈവനിങ് 6 വരെ ടു ബിസി ആയിരുന്നു. നാളത്തെ ഒരു മൊഡ്യൂൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് ബാക്ക് ടു വീട്ടിൽ വന്നിട്ട് പഠിക്കുകയാണ്. ഈ ബിസി എന്ന് പറയുന്നത് ക്ലാസ് ആയിരുന്നു കേട്ടോ. പിന്നെ 1-2 മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് എനിക്ക് ഒരു മൊഡ്യൂൾ ടെസ്റ്റ് ഉണ്ട്. അത് പ്രിലിംസ് ഓറിയൻറ്റഡ് ആട്ടോ, ഒബ്ജക്റ്റീവ് ടൈപ്സ് ആട്ടോ. അപ്പോൾ പൊളിറ്റിയാണ് ഫസ്റ്റ് സബ്ജക്റ്റ്. അപ്പോൾ അത് ഇത്രയും ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യണം. ഓൾറെഡി ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ പാർലമെൻറ്റ് അങ്ങനെ 1-2 ചാപ്റ്റേഴ്സ് എനിക്ക് കുറച്ച് ഹെക്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ മടി മാറാനുള്ള ഒരു വേ ആണ് ഈ ടൈമറൊക്കെ വെച്ചിട്ടുള്ളൊരു സ്റ്റഡി. അപ്പോൾ ഞാൻ ഓർത്തു ഒരു വ്ളോഗ് പോലെ നിങ്ങളെയും കാണിക്കാമെന്ന്. പിന്നില്ലേ, സ്റ്റാർട്ടിങ് ഒരു പ്രോബ്ലം ആയിരിക്കും, എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും. ബട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ നല്ല ഫോക്കസ്ഡായി കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. പൊളിറ്റിക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റാണ്. ഞാൻ ഓൾറെഡി മൾട്ടിപ്പിൾ ടൈമിൽ അത് റിവൈസ് ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ അതിൽ കുറേ മറന്നു പോണ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ എത്ര പഠിച്ചാലും പഠിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഓർത്ത് വെക്കാനൊന്നും പറ്റില്ലല്ലോ, മറന്നു പോകണേ നാച്ചുറലാണ്. ഞാൻ ഫസ്റ്റ് ചെയ്യണ കാര്യം എന്ന് പറയുമ്പോൾ, ഓൾറെഡി ഞാൻ 1 ടൈം ലക്ഷ്മികാന്ത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള, ഇപ്പോൾ തന്നേക്കുന്ന ഒരു സിലബസിൽ ഏറ്റവും ടഫായിട്ടുള്ള കുറച്ച് പോർഷൻസ് ഇതുപോലെ എഴുതി വെച്ചിട്ട് അത് റിവൈസ് ചെയ്തതിന് ശേഷം പിന്നെ അറിയാവുന്ന സബ്ജക്റ്റ് ലാസ്റ്റ് പഠിക്കും. അങ്ങനെയാണേ. ഇന്ന് മോർണിംഗിൽ ഒരു 2 hours ഞാൻ ഇത്രയും സബ്ജക്റ്റ്, ഇപ്പം ഞാൻ ഈ ടിക്ക് ചെയ്യുന്ന ഇത്രയും സബ്ജക്റ്റ് ഓൾറെഡി റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി പഠിക്കാനാണ് ഞാൻ പോണത്. ഇനി ബാലൻസ് ഉള്ള ചാപ്റ്റേഴ്സ് ആട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ടൈം സ്പെൻഡ് ചെയ്ത് റിവൈസ് ചെയ്യേണ്ടത്. ആക്ച്വലി ഇപ്പോൾ ടൈം ഒരു ഈവനിങ്ങിൽ 7 ആണ്. അപ്പം ഒരു 3 hours വരെ പഠിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് ഹൈ ടൈം ടു പുട്ട് ഓൾ മൈ എഫേർട്ട് ആസ് ഐ ആം റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. ഈ ഒരു തോട്ട്സ് വരുമ്പോൾ തന്നെ എനിക്ക് കൂടുതൽ പഠിക്കാനും പ്രൊഡക്റ്റീവായിട്ടിരിക്കാനും തോന്നാറുണ്ട്. എനിക്ക് പൊളിറ്റി പഠിക്കുമ്പം എപ്പോഴും എൻ്റെ ടെക്സ്റ്റ് തന്നെ പഠിക്കണം, എന്നാലും ഉള്ളൊരു കോൺഫിഡൻസ്. ഇതിൽ ഫുൾ ചാപ്റ്റേഴ്സ് ഒന്നും ഞാൻ ഇതുപോലെ അണ്ടർലൈൻ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ആദ്യമേ ഉണ്ടായിരുന്നത് ഒരു 5th എഡിഷൻ ആയിരുന്നു. അതിൽ തന്നെയാണ് ഞാൻ കൂടുതൽ പഠിച്ചിട്ടുള്ളത്. വാങ്ങിയിട്ടൊരു 1 year ആവണേ ഉള്ളൂ. നെക്സ്റ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു ടെക്സ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം ലക്ഷ്മികാന്ത് അല്ലെങ്കിൽ പൊളിറ്റിയൊക്കെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമോ എന്നുള്ളത് കാര്യം. ഞാനിവിടെ എൻ്റെ സ്ട്രാറ്റജി പറയാം. അത് ഞാൻ എൻ്റെ CA ജേർണി മുതൽ ചെയ്യുന്നൊരു കാര്യം തന്നെ കേട്ടോ. കാരണം ഞാൻ ഇപ്പം ലക്ഷ്മികാന്ത് പഠിക്കുന്ന ടൈമിൽ ഞാൻ എപ്പോഴും കോമൺ ആയിട്ട് മറന്നു പോണ കുറച്ച് ടേംസ് ഉണ്ടാവും. അതുമാത്രം വീണ്ടും റിവൈസ് ചെയ്താലേ എനിക്ക് ഓർക്കാൻ പറ്റുള്ളൂ എന്ന് ഈ ടെക്സ്റ്റ് റീഡ് ചെയ്യുമ്പം തന്നെ അല്ലെങ്കിൽ പഠിക്കുമ്പം തന്നെ എനിക്ക് മനസ്സിലാവും. ഫസ്റ്റ് റീഡിങ്ങിൽ മനസ്സിലായില്ലെങ്കിൽ തന്നെ റിപ്പീറ്റ്ലി റിവൈസ് ചെയ്യുമ്പം ഞാൻ റിയലൈസ് ചെയ്യും. ആ ഒരു കാര്യം മാത്രം നോട്ട്സായിട്ട് മാറ്റി എഴുതി വെക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ള ചാപ്റ്റർ എനിക്ക് 2 page ഒരു നോട്ട്സ് ഉണ്ട്. അതിൽ കൂടുതലും ഞാൻ മറന്നു പോകുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നോട്ട് ചെയ്യാറുള്ളൂ. ഞാനിപ്പോൾ ഫസ്റ്റ് പഠിച്ച ചാപ്റ്റർ പാർലമെൻറ്റ് എന്ന ചാപ്റ്റർ ആയിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ടൈമിനുള്ളിൽ നല്ല ഹെക്റ്റിക്കായിരുന്നു. ഒരു 1.5 hours ആ ഒരു ചാപ്റ്റർ മാത്രം കേട്ടോ ഞാനിപ്പോൾ റിവൈസ് ചെയ്തിട്ടുള്ളത്. 3 hours കണ്ടിന്യൂസ് ബ്രേക്ക് എടുക്കരുതെന്നാണ് ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല. കുഞ്ഞ് ബ്രേക്കൊക്കെ എടുത്ത് ബാക്ക് ടു വീണ്ടും വന്നിരുന്നു. കാരണം ബാക്കി കുറച്ച് ചാപ്റ്ററും കൂടെ പഠിക്കണമല്ലോ. അങ്ങനെ വീണ്ടും നെക്സ്റ്റ് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ബാക്കിയും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇപ്പം പിന്നെ കുറച്ച് ആദ്യമേ ഭയങ്കര ബേൺ ഔട്ട് ആവും കേട്ടോ. ചില ടൈമിൽ നമ്മൾ മോർണിംഗ് ടു ഈവനിങ് വരെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് എക്സാംസ് ഒക്കെ എഴുതിയിട്ട് വരുമ്പം എനിക്ക് കണ്ടിന്യൂസ് പഠിക്കാനേ പറ്റാറില്ല. ഈ വർക്കൊക്കെ ചെയ്യുന്ന ആസ്പിരൻസിനും ഒക്കെ ഉള്ളൊരു പ്രോബ്ലംസ് ആയിരിക്കുമല്ലോ ഇത്. എനിക്ക് വർക്ക് ചെയ്യുന്ന ടൈമിലും ഇങ്ങനെ വരാറുണ്ട്. ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവായി പഠിക്കണം എന്നൊക്കെ വിചാരിക്കും, ബട്ട് എന്നെക്കൊണ്ട് പറ്റാറേ ഇല്ല. ബട്ട് എന്നാലും നമ്മളുടെ ഒരു ഡ്രീമിന് വേണ്ടി ഞാൻ രാവിലെയും 2 hours ഈവനിങ്ങിലും 2 hours സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പം ഭയങ്കര ടീഡിയസ് ആവുമെന്ന് എനിക്ക് തോന്നിയാലും ഒരു റൊട്ടീൻ പോലെ അതിങ്ങനെ ഫോക്കസ്ഡായി പോയാലുണ്ടല്ലോ, നമ്മളെ കൊണ്ട് പറ്റും. ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈമിൽ ഒരു 6 hours വരെ ജോബ് ഉള്ള ടൈമിൽ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ജോബൊക്കെ ഉള്ളവരാണെങ്കിൽ ചെയ്യേണ്ട ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം.
നിങ്ങൾ ഫസ്റ്റിലെ മോർണിംഗിൽ ഒരു 1 അവറും ഈവനിങ്ങിൽ ഒരു 1 അവറും മാത്രം പഠിക്കാൻ ശ്രമിക്കുക ആദ്യത്തെ കുറച്ച് ഡേയ്സിൽ. പിന്നെ പയ്യെ പയ്യെ അവേഴ്സ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അപ്പം പയ്യെ പറ്റുള്ളൂ കേട്ടോ, ഒരുമിച്ച് പറ്റത്തേ ഇല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു 1 അവർ വെച്ച് മോർണിംഗോ ഈവനിങ്ങിലോ നമുക്ക് കൂട്ടി കൊണ്ടുവരാം. പിന്നെ റീസെൻ്റ്ലി ഉണ്ടല്ലോ, എൻ്റെ ഒരു ഫ്രണ്ട് എന്നെക്കുറിച്ച് വരുന്നൊരു കമൻറ്റ്സ് വേറൊരു യൂട്യൂബ് ചാനലിൻ്റെ അടിയിലാണെന്ന് തോന്നുന്നു, വന്നൊരു കമൻറ്റ്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്ട്രാറ്റജിയും ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് തെറ്റായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നേ എന്നുള്ളത്. ഗെയ്സ്, നിങ്ങളങ്ങനെ ഒന്നും ഓർക്കരുത്. സിൻസിയറായിട്ട് ഞാനൊരു കാര്യം പറയാം, ഞാൻ പഠിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. ഇപ്പം ഈ ലക്ഷ്മികാന്തുള്ള ടെക്സ്റ്റൊക്കെ ഞാൻ പണ്ട് മുതലേ പഠിച്ചത് കൊണ്ട് മാത്രമാണ് അതൊക്കെ പഠിക്കുക. പിന്നെ സ്പെക്ട്രവും ഇത് രണ്ടൊക്കെയാണ് ഞാൻ ടെക്സ്റ്റായിട്ട് യൂസ് ചെയ്യണത്. ഓവറായിട്ട് വലിയ വാസ്റ്റായിട്ടുള്ള ടെക്സ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പഠിക്കാൻ ഓക്കേ അല്ല. അത് എന്നെ അറിയുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അറിയാവുന്നൊരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ പഠിക്കാൻ ഞാൻ ഒട്ടും ഓക്കെ അല്ല. അതുകൊണ്ട് ക്ലാസ് നോട്ട്സാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം 3 hours കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കരമായിട്ട് സീരിയസായി. ഇതിനെക്കൊണ്ട് പഠിക്കാനേ പറ്റത്തില്ല ഇന്നത്തെ ദിവസം. ബട്ട് നാളെ ഒരു ഡേയും കൂടെ എനിക്ക് പഠിക്കാനുള്ള ടൈമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എക്സാം വരുന്നത്. അതെൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാവാം ഫുൾ ഞാൻ എഴുതിയ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പം ഇവിടെ വീണ്ടും ഒരു ചാപ്റ്റർ പെൻഡിങ് ആണ്. അത് ഞാൻ നാളെ പഠിക്കും. അതിൻ്റെ കൂടെ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാവേ. അതിൻ്റെ കൂടെ ഞാൻ ഇതിന് മുന്നേ ഉള്ള കുറേ ചാപ്റ്റേഴ്സ്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് തൊട്ട് താഴോട്ട് പാർലമെൻറ്റ് വരെയുള്ള പോർഷൻസ് ഫുള്ളും റിവൈസ് ചെയ്യേണ്ടുള്ളൂ. ഇതിൻ്റെ ബാക്കിയും വേണം. അപ്പം നാളെ ഒരു 3 o'clock വരെ, അതായത് 2 o'clock വരെ എനിക്ക് എക്സാംസും ഓപ്ഷൻ്റെ ക്ലാസ്സും ഉണ്ട്. അത് കഴിഞ്ഞ് ബാക്ക് ടു വന്നിട്ടാണ് ഇരിക്കുന്നത്. കാരണം നാളെ രാവിലെ എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഇതിനു വേണ്ടി പഠിക്കാൻ പറ്റില്ല. ബിക്കോസ് ഓപ്ഷൻ്റെ ഇന്ന് പഠിപ്പിച്ച കുറേ പോർഷൻസ് പെൻഡിങ് ഉണ്ട്. സോ മോർണിംഗിലിരുന്ന് അത് പഠിച്ചതിന് ശേഷം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു വന്നിട്ട് വേണം പൊളിറ്റി പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം UPSC എഴുതുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രിലിംസിന് വേണ്ടി നല്ലപോലെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾമോസ്റ്റ് സിലബസൊക്കെ കവർ ആയിക്കുമല്ലോ. അപ്പം ഒന്നുകൂടെ റിവൈസ് ചെയ്യുക, കുറച്ച് MCQ നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു 3 years എങ്കിലും നോക്കണം.